എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഈ വീടുകളിൽ നെഗറ്റീവ് എനർജി നിൽക്കും. അതായത് വീടിനകത്ത് കയറുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഐശ്വര്യമില്ലായ്മ, ഇല്ലെങ്കിൽ വീട്ടിൽ കയറുന്ന അംഗങ്ങൾ തമ്മിൽ പരസ്പര കലഹങ്ങൾ ഉണ്ടാകുന്നു. വീട് ഒരു ശരിയില്ല. ചിലപ്പോൾ നമ്മൾ തോന്നുന്നു ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കും, വീട് മാറി മതി, ഇതിനകത്ത് കയറിയപ്പോൾ തൊട്ട് അസുഖം തുടങ്ങി, ഇല്ലെങ്കിൽ സാമ്പത്തികമില്ല, വഴക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു വാടകയ്ക്കാണെങ്കിൽ ഒരു വീട് മേടിക്കുമ്പോഴും ഒരു വാസ്തു അറിയാവുന്ന ഒരു ആളെ കൊണ്ട് നല്ല പോലെ നോക്കിക്കുക. ഈ വീടിൻ്റെ അതായത് അടുക്കളയുടെ സ്ഥാനം പ്രധാനമാണ്, അതുപോലെ ബാത്റൂം, അതുപോലെ തന്നെ കിണറിൻ്റെ സ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കുക. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഈ വാസ്തുവൊക്കെ നോക്കുന്നതിൽ കാര്യമുണ്ടോ? അപ്പം അങ്ങനെ വീടെടുക്കാമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ വീടിൽ നിന്നും ദോഷമില്ല, ഉണ്ട്, എല്ലാ വീടിൽ നിന്നും ദോഷമുണ്ട്. അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകത്തില്ല, സാമ്പത്തിക നഷ്ടം വരാതെ ലാഭം മാത്രം ഉണ്ടാകും. ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെന്ന് താമസിച്ച് വാടകയ്ക്ക്, അതിൻ്റെ ബാത്റൂം തെക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ബാത്റൂം ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സയൻസ് പരമായിട്ട് പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറെന്നാണ് കാറ്റടിക്കുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറെന്ന് കാറ്റടിക്കുമ്പോൾ ബാക്ടീരിയ, ഫംഗസ് കാര്യങ്ങളൊക്കെ കൊണ്ട് ആ വീട്ടിൽ നിൽക്കുന്നവർക്ക് അസുഖങ്ങൾ കൂടാൻ വളരെയധികം എന്താ പറയുക ചാൻസ് കൂടുതലാണ്. പിന്നെ വിശ്വാസത്തിലേക്ക് കിടക്കുവാണെങ്കിൽ കന്നിമൂല എപ്പോഴും ഗണപതി മൂല എന്നൊരു സങ്കല്പമുണ്ട് അല്ലേ. അപ്പം ഈശ്വരൻ്റെ മൂലയാണ് കന്നിമൂല. അപ്പോൾ അവിടെ നിന്നാണ് ധനത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു വരുന്നത്, അതായത് ഒരു മാർഗം. അപ്പോൾ കന്നിമൂല, ഒരു വീടിൻ്റെ കന്നിമൂല എത്രത്തോളം ഐശ്വര്യം ഉള്ളതാണ് അത്രത്തോളം ഗ്രഹനാഥന് സമ്പത്ത് വർദ്ധിക്കും. നമ്മൾ പറയാറില്ലേ, ചെറിയ വീടാണ് അവർക്ക് എന്തൊരു ഐശ്വര്യമെന്ന് അല്ലേ. അപ്പോൾ ഒരു വീട് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, ഒന്നാമത്തെ കാര്യം വാസ്തു അറിയാൻ. അത് വാടകയ്ക്കാണെങ്കിലും അത് നമ്മുടെ വീട് തന്നെയാണ്, നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് 1 വർഷത്തേക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അത് വാസ്തു അറിയാവുന്ന രീതിയിൽ ഒരാളെ കൊണ്ട് കാണിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയും ദോഷങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ചൊവ്വ വെള്ളിയാഴ്ച കുന്തിരിക്കം കത്തിച്ച് പോയിക്കുക. കുന്തിരിക്കം കത്തിച്ച് പോയിക്കുന്നതിൻ്റെ ഭൂതപ്രേതാദി വിശാശകൾ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇതിൻ്റെ മണം കേൾക്കുമ്പോഴത്തേക്ക് അത് ഓടിപ്പോകും. അപ്പോൾ വീട്ടിൽ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം കിട്ടും. അപ്പോൾ കുന്തിരിക്കം പോയിക്കും. ഒപ്പം തന്നെ നെരിങ്ങിൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, മുള്ളുള്ള, അത് നല്ല കണലിലേക്ക് നെരങ്ങിലിടുമ്പോൾ അതിൻ്റെ പുകയും ഒരു ഔഷധ വീര്യമുള്ളതാണ്. അപ്പോൾ കുന്തിരിക്ക ചൊവ്വാഴ്ച വെള്ളിയാഴ്ച രാവിലെയും വൈകിട്ടും പോയിക്കുക. ഒപ്പം തന്നെ മൂന്നാമത്തേത്, ഒരു ചെറുനാരങ്ങ, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഹാളിൽ ചെറുനാരങ്ങ വെറ്റ കൂട്ടി, അതായത് വെറ്റയുടെ വാല് താഴത്തോട്ട് ഇട്ടിട്ട് തലഭാഗം നേരെ നിൽക്കണം. അപ്പോൾ നാരങ്ങ കുപ്പിഗ്ലാസിനകത്ത് ഇടുക. അതൊരു 3 ദിവസം കൂടുമ്പോൾ മാറുക. അപ്പോൾ നാരങ്ങ അങ്ങനെ ഇടുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ആ റൂമിലുള്ള നെഗറ്റീവ് എനർജി എന്തായി ക്യാച്ച് ചെയ്യും, നെഗറ്റീവ് എനർജി മാറി വീട്ടിന് എപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ നമ്മൾ ചെയ്യാനുള്ള ബ്രഹ്മസൂത്രം, അതായത് വീടിൻ്റെ എയർ പോകാനുള്ള ഒരു ഇത്, അത് നമ്മൾ കറക്റ്റായിട്ടാണെന്ന് നോക്കണം. കാരണം എയറില്ലാതെ അടച്ചിട്ട റൂമിൽ എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യം കറക്റ്റ് ചെയ്യണം. അപ്പം ഹോളുകൾക്ക് പ്രാധാന്യം ഉള്ളതാണ് നമ്മൾ വീട് വെക്കുമ്പോഴത്തേക്ക്. അത് കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനിലാണോ എന്ന് ഒരു വാസ്തു നിയമപ്രകാരമുള്ള ആളെ വിളിച്ച് കാണിക്കുക.